ക്ഷമിക്കണം. എന്തെന്ന് ക്ഷമിക്കാൻ? കൊണ്ടടിച്ചു ക്ഷമിക്കാനോ? കണ്ണില്ലേ? എനിക്ക് കണ്ണുണ്ട്, പക്ഷേ ഈ വാഹനമുണ്ട്, അവനതില്ല. റോഡിൽ കൂടി സ്ത്രീകൾ നടക്കാൻ സമ്മതിക്കില്ലല്ലേ? അയ്യോ, അത് എന്റെ കുറ്റമല്ല. വണ്ടി ചെറുപ്പമാണ്. യുവതികളെ കണ്ടാൽ പിന്നെ അവൻ എന്നെ അനുസരിക്കത്തില്ല. അതേ അടി കൊള്ളാഞ്ഞിട്ടാ. എന്റെ പൊന്ന് രാധികയെ നീ ഒന്ന് ക്ഷമിക്ക്. അണ്ണൻ ആള് പിന്നെ തീർന്നോ? ബാക്കിയുണ്ടെങ്കിൽ അറിയിക്കാം. അതിന് അഡ്രസ് വേണ്ടേ? അതിന് അഡ്രസ് ഉണ്ടായിട്ട് വേണ്ടേ? കൊല്ലവരാധികം. അണ്ണോ, അത് നമ്മളെ ഒന്ന് വച്ചതാണല്ല അണ്ണാ. ഏതാടാ ഇവള്? ആളൊരു ജഗലാണല്ലോ. അത് പിന്നെ ഈ തൊഴിലിന് ആവശ്യമല്ല അണ്ണാ. ഏത് തൊഴില്? ഏത് തൊഴിലെന്ന് ചോദിച്ചാ നാരായണൻകുട്ടി, എവിടെ ഒന്ന് പൊക്കണമല്ലോ. അണ്ണന്റെ കാശുണ്ടാ, എവിടെയും പൊക്കാം, എവിടെ അമ്മയും പൊക്കാം. നീ അതൊരു പ്രശ്നമേ ആക്കണ്ട. നിന്റെ സർവ്വ കഴിവും ഇക്കാര്യത്തിൽ നീ പ്രകടിപ്പിച്ചോണം. എനിക്ക് നല്ല വശമില്ലാത്ത തൊഴിലാണെന്നാണ്. എങ്കിലും എന്റെ അണ്ണൻ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ആത്മാർത്ഥമായിട്ടൊന്ന് വട്ടവി നോക്കി. നീ പോയി വിലാസിനോട് പറ, അവളെ ഒരുക്കി നിർത്താൻ. ചുരുക്കം പറഞ്ഞാൽ ഒരു ഫുൾ നൈറ്റ് ബുക്കിംഗ്. ആശാനൊരു കാര്യം ചെയ്യണം, വിലാസിനെ അഡ്വാൻസ് ആയിട്ടൊന്ന് സന്തോഷിപ്പിക്കണം. നീ ഇത് കൊണ്ടുപോയിക്കോട്ടെ. അല്ല കുട്ടപ്പ, തന്റെ മുതലാളി ഈടെയായിട്ട് ഇങ്ങോട്ടൊന്നും കാണാനില്ലല്ലോ. എല്ലാത്തിനാ തേക്കുന്നത്. വന്നാലും ചക്കാത്ത കാരണല്ലേ. അല്ലേ അതെ അതെ. വാസു, നീ എങ്ങോട്ട് പോവുക? എങ്ങോട്ട് പോവല്ല, ഇങ്ങോട്ട് വരുക. വിലാസിനെ ചേച്ചി എന്തായാലും ഭാഗ്യമുള്ളവരല്ല. അപ്പം ഞാൻ വന്ന കാര്യം നമ്മുടെ ഭാർഗവൻ പിള്ളച്ചേട്ടൻ പറഞ്ഞയച്ചതാ. ആശാന്റെ കണ്ണ് ഇപ്പൊ രാധികയിലാണ്. അയ്യോ എടാ, അവളെ ഇതുവരെ ഈ വഴിക്ക് ഇറക്കിയിട്ടില്ല. അവനെന്താ എത്ര പാട്? നേരെ മഞ്ഞ പെയിന്റ് അടിച്ചാ പോരെ. അപ്പോഴേ ഭാർഗവൻ എന്ത് പറഞ്ഞ അയച്ചിരിക്കുന്നു? പറഞ്ഞയച്ചതല്ല, എന്റെ കയ്യിൽ തന്നയച്ചതാ. ഇത് 200 രൂപയുണ്ട്. 200 കൂവായോ? അതിൽ കൂടുതൽ എനിക്ക് കിട്ടുമല്ലോ. അതുമല്ല, ദുബായിൽ നിന്നും വരുന്നവനെ തരത്തുള്ളൂ. ആ എന്നാലേ നിങ്ങൾ മുഷണില്ല. അന്ന കാലം ഞങ്ങൾ പോയാട്ടെ. ചേച്ചി, ബാക്കി എന്താന്ന് വെച്ചാൽ ആശാ വരുമ്പോ അഡ്ജസ്റ്റ് ചെയ്യുന്നേ. എടാ, അവൾ ഇതുവരെ ഇതിന് സമ്മതിച്ചിട്ടില്ല. ഞാൻ പണം വാങ്ങിച്ചിട്ട്. ചേച്ചി വിഷമിക്കണ്ട, നിങ്ങൾ സമ്മതിച്ച ബാക്കി കാര്യം ആശാ നോക്കിക്കോളൂ. ആശാന്റെ കയ്യിൽ ഒതുങ്ങാത്ത പാർട്ടി ഉണ്ടോ? പറഞ്ഞേ നീ പോയ സ്ഥലമൊക്കെ എനിക്കറിയാം. അണ്ണം പോകുമ്പോന്ന് പറയാൻ എനിക്കറിയാം. എന്തിനാണ് ആ സ്വന്തം കാര്യം നോക്കാണ്ട് വല്ലവന്റെ കാര്യത്തിന് വേണ്ടി നടക്കുന്നത്? ഇതൊക്കെ വളരെ മോശമാണ് കേട്ടോ. നമ്മൾ രണ്ടുപേരും അന്യന്റെ കാര്യത്തിന് വേണ്ടി നടക്കുന്നത് എന്നോടാ. അതുകൊണ്ട് എന്താ കാര്യം? അക്കോ ഓ വിലാസിനെയൊക്കെ ഇപ്പൊ രൂപയുടെ പരത്താണ് കിടപ്പെന്ന് തോന്നുന്നല്ലോ. ഡാക്ടറെ അടുത്ത് പോയില്ലേ അക്കാ? നീ ഇപ്പൊ എന്തിനാ വന്നത്? ഞാനും കുറെ രൂപയായിട്ട് തന്നെ വന്നിരിക്കുന്നത്. ഞാനൊരു കുഴപ്പമുണ്ടല്ലോ, ഉള്ളിടത്തോട്ടല്ലേ പോയി കേറൂ. പിന്നെ ഇതെന്നത്തേക്കാ? നമ്മുടെ വിജയനെ രാധികയെ കണ്ടത് ഇപ്പഴാ. കണ്ടതും മോഹം വന്നതും ഒരുമിച്ച് കഴിഞ്ഞു. അന്ന് എന്നോട് പറഞ്ഞെന്താണെന്ന് അറിയാമോ? നാരായണൻകുട്ടി, പണം ഒരു പ്രശ്നമേ അല്ല, രാധിക എനിക്ക് വേണം. എന്റെ നാരായണൻകുട്ടി, നിനക്ക് കുറച്ച് നേരത്തെ വന്നുകൂടായിരുന്നു? കിടക്ക് വരെ കച്ചവടമായി പോയി. ഇപ്പഴാ ഒരു പാർട്ടി ഒന്ന് 500 രൂപ തന്നിട്ട്. അതുകളാ ഇതേ വിജയണം ഭയങ്കര നിർബന്ധക്കാരന്. ഒന്ന് നോട്ടമിട്ടാൽ അതും കൊണ്ടേ മലക്കും. വന്ന പാർട്ടി 500 തന്നു. ഇത് രൂപ 1000 ഉണ്ട്. പിന്നെ ഒരു കാര്യം, ഈ 1000-ന് മുകളിലും പാർട്ടി വന്നിരിക്കും. എന്റെ പൊന്നെ ചതിക്കല്ലേ, വിജയണം അറിയാമല്ലോ. നീ പോണേ ഇറക്കാം. എനിക്കറിയാൻ വയ്യാത്തൊന്നും അല്ലല്ലോ വിജയൻ. അതാണല്ലോ ഈ പൊതുജന വർഗത്തിന്റെ ഗുണം. എന്തൊരിപ്പായത്? പെൺകുട്ടികളായാലോ ഒന്ന് ഒരുങ്ങിയൊക്കെ ഇരിക്കണ്ടായോ? അതിന് ഞാനിപ്പം പുറത്തെങ്ങും പോകുന്നില്ലല്ലോ. പുറത്തു പോകുന്നെങ്കിലേ ഒരുങ്ങാവുന്നുണ്ടോ?
എവിടെയായാലും നമുക്ക് ഒരുപോലെയല്ലേ? പെൺകുട്ടികള് ഒരുങ്ങി നിൽക്കുന്ന വീട്ടിലെ മഹാലക്ഷ്മി ഒന്ന് കയറുള്ളൂ. എന്റെ മോളൊന്ന് എണീറ്റ് ഈ വേഷമൊക്കെ ഒന്ന് മാറിക്കേ. എന്റെ മോളല്ലേ? ആ നീ സുന്ദരിയാണല്ലോടി. നീ എന്തിനാ പേടിക്കുന്നത്? നീ ആണുങ്ങളെ കണ്ടിട്ടില്ലേ? നിന്നെ ഞാൻ കൊന്നു തിന്നത്തൊന്നുമില്ല. അമ്മയെ ഞാൻ കണ്ടിട്ടാണ് വരുന്നത്. ചോദിച്ച പണവും കൊടുത്തു. ഒന്നിങ്ങ അടുത്ത് വാ, ചോദിക്കട്ടെ. നിങ്ങൾ പുറത്തു പോകൂ. നന്നായിട്ടുണ്ട്. പെമ്പിളരായാലും ഇങ്ങനെ വേണം, ഒരല്പം ഡിമാൻഡൊക്കെ കാണിക്കണം. അല്ലെങ്കിൽ എന്താ ഒരു രസം? തൽക്കാലം നീ ഇങ്ങോട്ട് വാ. ഇത് അധിക പ്രശ്നം. തുടരുതെന്ന് പറഞ്ഞാൽ തൊടുന്നത് ശരിയാണ്. അത് ചോദിക്കാൻ താനാരാ? ഞാൻ രൂപ 500 കൊടുത്തത്. താൻ 500 കൊടുത്തെങ്കിൽ ഞാൻ 1000 കൊടുത്തു. ഇന്നിവിടെ എന്റേതാണ്. ഒന്ന് പോയാട്ടെ. ആഹാ, എന്നാലും ഒന്ന് കാണണമല്ലോ. കാണാമല്ലോ. പിടിച്ചോ. നിനക്ക് എന്നെ ഓർമ്മയുണ്ടോ? ഉണ്ട്, നല്ല ഓർമ്മയുണ്ട്. കയ്യൂക്കും കാശും ഉണ്ടെങ്കിൽ എന്തും സ്വന്തമാക്കാമെന്ന് കരുതുന്ന നിങ്ങളെ പോലുള്ളവരെ മറക്കാനാവുമോ? ആഹാ, നിനക്ക് സംസാരിക്കാൻ അറിയാമല്ലോ. നിന്റെ അമ്മയ്ക്ക് കാശ് കൊടുത്തതും നിനക്ക് ഇഷ്ടമില്ലാത്തവനെ ഓടിച്ചതുമാണ് തെറ്റ്. എനിക്കിഷ്ടമില്ലാത്തവൻ ഓടിയില്ലല്ലോ. അപ്പോ നിനക്ക് അവനെയാണ് ഇഷ്ടമല്ലേ? എന്താണ് നിങ്ങളും അയാളും തമ്മിലുള്ള വ്യത്യാസം? അയാൾക്ക് നിങ്ങളെക്കാൾ കരുത്തു കുറവാണ്, നിങ്ങളുടെ അത്രയും പണവുമില്ല. പക്ഷേ രണ്ടും കൂടി ലേലം വിളിച്ചതും കടിപിടി കൂടിയതും എന്റെ മാംസത്തിന് വേണ്ടിയല്ലേ? നീ എന്താ ശീലാവധി ചമയുകയാണ്? കാശ് എണ്ണി വാങ്ങിച്ചപ്പോ എന്തോ വിചാരിച്ചു? നിങ്ങൾക്ക് പണമുണ്ട്, എന്റെ അമ്മയ്ക്ക് അതിൽ കൊതിയുമുണ്ട്. ഒരു മൃഗത്തിന് എന്ന പോലെ നിങ്ങൾ എനിക്ക് വേണ്ടി കമ്പോളത്തിൽ വില പേശുന്നു. നിങ്ങൾക്ക് സ്ത്രീ ഒരു വിൽപ്പന ചെറുക്കാണ്. നിർത്തരേ, നിന്നെ പോലെ പലതിനെയും ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ ഏറ്റവും വലിയ ദോഷവും അത് തന്നെയാണ്. ഒരാണിനൊരു പെണ്ണെന്ന പ്രകൃതി നിയമം നിങ്ങൾക്കറിയില്ല. നിങ്ങളെ ഞാൻ മൃഗമെന്ന് പോലും വിളിക്കില്ല. വിലക്കെടുക്കലും ബലാത്കാരവും മൃഗങ്ങൾ ചെയ്യില്ലല്ലോ. ഒരുത്തിയുടെ കഴുത്തിൽ താലി കെട്ടി അവളെ ഭാര്യയാക്കി സുഖദുഃഖങ്ങൾ പങ്കിടാൻ നിങ്ങൾക്കാവില്ല. ഒരു ഭാര്യയെ പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്നെ നശിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയും. എനിക്കൊരു ജീവിതം തരാൻ നിങ്ങൾക്ക് കഴിയുമോ? എന്നെ വിവാഹം കഴിക്കാൻ നിങ്ങൾ ഒരുക്കമാണോ? വിവാഹം? നിങ്ങൾക്കൊരു സ്ത്രീയെയും വിശ്വസിക്കാനാവില്ല, അമ്മയെയും സഹോദരിയെയും പോലും. വിവാഹം നിങ്ങൾക്ക് പുച്ഛമാണ്. എന്നാലും പെണ്ണിന്റെ മാംസം വേണം. അതിനുവേണ്ടി നിങ്ങൾ എന്തും ചെയ്യും. നിങ്ങളെല്ലാം കശാപ്പുകാരാണ്, കശാപ്പുകാർ. നീ എന്താണ് ഈ പറയുന്നത്? നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഒരു പുരുഷന്റെ തണലിന് വേണ്ടി, ഒരിറ്റ സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുന്ന സ്ത്രീഹൃദയം നിങ്ങൾക്കറിയില്ല. അതറിയാൻ ശ്രമിച്ചിട്ടുമില്ല. നിങ്ങളോടിത് പറഞ്ഞിട്ട് കാര്യവുമില്ല. നിങ്ങൾക്കിപ്പോ എന്താണ് വേണ്ടത്? 1000 രൂപയ്ക്ക് എന്റെ മാംസം വേണം. എടുത്തോളൂ. ആദ്യവും അവസാനവുമായി നിങ്ങൾ തന്നെ എടുത്തോളൂ. പക്ഷെ ഒന്ന് എന്നെ കൊന്നിട്ടാ ഇവിടുന്ന് പോകാവൂ. എന്തിനർച്ചു നിൽക്കുന്നു?
എടുത്തോളൂ. ഈ ശരീരം കടിച്ചു കീറ. അങ്ങനെയെങ്കിലും എന്നെ ഒന്ന് കൊന്നു തരൂ. ഈ നരകത്തിൽ നിന്ന് ഞാനൊന്ന് രക്ഷപ്പെടട്ടെ. ഒരു ഭാര്യയെപ്പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്നെ നശിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയും. എനിക്കൊരു ജീവിതം തരാൻ നിങ്ങൾക്ക് കഴിയുമോ? എന്നെ വിവാഹം കഴിക്കാൻ നിങ്ങൾ ഒരുക്കമാണോ? ചായ. ആ നാരായണൻകുട്ടി, മധുരം പോരായോ? അതല്ല, എനിക്ക് ആ രാധയെ ഒന്നുകൂടി കാണണമല്ലോ. ഇതിന്റെ തൊഴിൽ മാറ്റുന്ന ലക്ഷണമാണല്ലോ. ഇന്നലെ കണ്ടിട്ട് മതിയായില്ലേ? ഇതങ്ങനെയല്ല, എനിക്ക് അവളെ ഒറ്റയ്ക്കൊന്ന് കാണണം. ചില കാര്യങ്ങൾ സംസാരിക്കും. എന്റെ പൊന്നണ്ണ, അവളൊരു വേശ്യയല്ലേ. അവിടെ പലരും വരും, കാശ് കൊടുക്കും, പോവും. അതുപോലെ നമ്മളും പോയി കാശ് കൊടുത്തു പോന്നു. അവളെ പറ്റി ചിന്തിച്ച് മനസ്സ് പുണ്ണാക്കുന്നതിന്. നിനക്ക് തെറ്റുപറ്റിയതാണ്. ഞാനും അവളെ പറ്റി ആദ്യം അങ്ങനെയൊക്കെയാണ് കണക്കാക്കിയത്. പക്ഷെ അവൾ അത്രക്കാരിയല്ല. കൂടുതൽ അടുത്തറിയണം. എന്റെ പൊന്നണ്ണ, കൂടുതൽ അടുക്കാതിരിക്കുന്നതാ നല്ലത്. ഞാൻ പറഞ്ഞേക്കാം. നീ വലിയ വാചകമൊന്നും അടിക്കണ്ട. നിനക്കൊന്ന് പറയാമോ എനിക്ക് അവളെ ഒന്ന് കാണണമെന്ന്? ഞാൻ പറയാം. 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 എന്നെ എന്തിനാ വിളിപ്പിച്ചത്? നീ വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നിങ്ങൾ വിളിപ്പിച്ചപ്പോ എനിക്ക് വരണമെന്ന് തോന്നി. എന്താണ് അങ്ങനെ തോന്നാൻ? 1000 രൂപയ്ക്ക് എന്നെ വിലക്കെടുത്ത നിങ്ങൾക്ക് ഒരു നിമിഷം കൊണ്ട് നശിപ്പിക്കാമായിരുന്നു. ഒരു പെണ്ണിന്റെ കണ്ണുനീരിന് മറ്റെന്തിനേക്കാളും വിലയുണ്ടെന്ന് തെളിയിച്ച ആളാണ് നിങ്ങൾ. ഒരു മൃഗത്തെ പോലെ എന്റെ മുറിയിൽ കയറി വന്ന നിങ്ങൾ ഒരു മനുഷ്യനായിട്ടാണ് തിരിച്ചു പോയതെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ വന്നത്. രാധി, നിന്നെ വിവാഹം ചെയ്യാമോ എന്ന് നീ എന്നോട് ചോദിച്ചു. അപ്പോൾ നീ എന്നെ പരിഹസിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഞാൻ നിന്നോട് ചോദിക്കുന്നു, നിനക്കെന്റെ ഭാര്യയാകാമോ? ഓഹോ, പകരത്തിന് എന്നെ പരിഹസിക്കാനാണ് വിളിപ്പിച്ചതല്ലേ? അല്ല, ഇന്നലെ വരെ സ്ത്രീ എനിക്കൊരു കളിപ്പാട്ടം മാത്രമായിരുന്നു. എന്നാൽ അതിലും എത്രയോ അകലെയാണ് ഒരു യഥാർത്ഥ സ്ത്രീ എന്ന് രാധയാണ് എന്നെ പഠിപ്പിച്ചത്. പറയൂ, എന്റെ ഭാര്യയാകാൻ നിനക്ക് സമ്മതമാണോ? ഞാൻ ആരാണെന്ന് കൂടി അറിഞ്ഞിട്ട് ഉത്തരം പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ അതൊരു വഞ്ചനയാണ്. ഇതാ, എനിക്കറിയാവുന്ന ഒരേ ഒരു തൊഴിൽ മോഷണം മാത്രമാണ്. ഇനി എന്റെ ചോദ്യത്തിന് ഉത്തരം പറയും. ഈ ജീവിതത്തിൽ എനിക്ക് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ആരുമില്ല. അനാഥയായ എന്നെ ആ സ്ത്രീ എടുത്തു വളർത്തുകയായിരുന്നു. വളർത്തിയത് വിൽക്കാൻ വേണ്ടിയായിരുന്നുവെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത ഈ ജീവിതത്തിൽ നിന്നും എനിക്ക് രക്ഷപ്പെടണം. എന്നെ രക്ഷിക്കാൻ തയ്യാറാവുന്ന പുരുഷൻ ആരായിരുന്നാലും അയാൾ എനിക്ക് ദൈവമാണ്. ദൈവം. അമ്മേ, അമ്മേ. ഈ
ഈശ്വരനെ വിചാരിച്ച് നിങ്ങളെന്നെ ഉപദ്രവിക്കരുത്. ഇല്ല, നിന്നെ ഞാൻ ഉപദ്രവിക്കില്ല. മറിച്ച് ജീവിതത്തിലെ പരമമായ സുഖം നിനക്ക് ഞാൻ തരും. എന്നെ നശിപ്പിക്കരുത്. ഞാൻ വിവാഹം ചെയ്യാൻ പോവാണ്. വിവാഹം ചെയ്തോളൂ. അതിനു മുമ്പ് എനിക്ക് വേണ്ടി ഇല്ല, സാധ്യമല്ല. എന്ന് പറഞ്ഞാൽ നിനക്ക് ഇവിടുന്ന് രക്ഷപ്പെടാനാവില്ല. ക്ഷേമമില്ലാത്തൊരു ഉപകാരം ചെയ്യാനാവില്ലെന്നോ? നിനക്ക് ആവശ്യമുള്ള രൂപയും കിട്ടും. ഒരല്പനേരം എനിക്ക് വേണ്ടി തൊടുകിട്ട. നിങ്ങൾ കൊടുത്ത രൂപ തിരിച്ചു വാങ്ങിക്കൊണ്ട് പോകുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ എന്റെ പ്രാണനും കൊണ്ട് നിങ്ങൾക്ക് പോകേണ്ടി വരും. മഠി, ഒരു 5 മിനിറ്റ് കണ്ണടച്ചാൽ 1000 സമ്പാദിക്കാൻ കഴിവുള്ളതാണ് നീ. എന്റെ സ്ത്രീത്വത്തെക്കാൾ വലുതല്ല നിങ്ങൾ പറഞ്ഞ 1000. നിന്റെ ഒരു സ്ത്രീത്വം ഏതവളാണ്ടി അങ്ങനെയൊന്ന് സൂക്ഷിക്കുന്നത്? അനുകൂലമായ സാഹചര്യത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ആണും പെണ്ണുമാണ് ഈ ലോകത്തുള്ളവരെല്ലാം. നിങ്ങൾക്ക് പിത്തമാണ്. നിങ്ങൾ കാണുന്നതെല്ലാം മഞ്ഞയാണ്. നല്ലവർക്ക് മാത്രമേ നന്മ കാണാനാവൂ. മണ്ണാങ്കട്ടി, നിന്നോട് നല്ല വാക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. വാടി ഇവിടെ. അടുത്തു വരരുത്. വന്നാൽ നിങ്ങൾക്ക് എന്റെ ശവത്തെ മാത്രമേ തൊടാനാവൂ. ഇയാളുടെ കയ്യിൽ നിന്ന് വാങ്ങിയ പണം തിരിച്ചു കൊടുക്കും. കൊടുക്കാൻ വേണ്ട, ഞാനിപ്പോ പോകുന്നു. പക്ഷെ ഒരു കാര്യം, നീ ആരെ കല്യാണം കഴിച്ചാലും ഇല്ലെങ്കിലും ശരി, നിന്നെ ആദ്യം അനുഭവിക്കുന്ന പുരുഷൻ ഞാനായിരിക്കും. ഓട്ടെ, കാണാം. അതാണ് എന്റെ വിധിയെങ്കിൽ നിങ്ങൾക്ക് അനുഭവിക്കാൻ കിട്ടുന്നത് രാധികയുടെ ശവം മാത്രമായിരിക്കും. നിങ്ങളെപ്പോലെ ഒരു സ്ത്രീയെ ഞാൻ അമ്മയെന്ന് വിളിക്കേണ്ടി വന്നല്ലോ.